എല്ലാവർക്കും ഹായ്. ഓംസ് ലോ ഉപയോഗിച്ച് ഒരു സിമ്പിൾ സർക്യൂട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഉദാഹരണം 1. മറ്റൊരു കോമ്പിനേഷൻ സർക്യൂട്ട് ഉപയോഗിച്ച് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഇവിടെ എ, ബി എന്നീ രണ്ട് റെസിസ്റ്ററുകൾ ഒരു വോൾട്ടേജ് സ്രോതസ് വി ഉപയോഗിച്ച് പാരലലായി ബന്ധിപ്പിച്ചിരിക്കുന്നു. എ, ബി എന്നീ റെസിസ്റ്ററുകളിലെ നിലവിലെ പ്രവാഹത്തിന്റെ ഒരേ പാതയിലായതിനാൽ കറണ്ട് രണ്ട് വിപരീതങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങൾ മോട്ടോർ സൈക്കിളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയുള്ള റോഡിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് കരുതുക. കൂടാതെ ഒരേ റോഡിൽ എ, ബി എന്നിങ്ങനെ രണ്ട് വളവുകളുണ്ട്. എ ടേണിൽ നിങ്ങൾ വേഗത കുറയ്ക്കുന്നു. അതിനാൽ വേഗത മണിക്കൂറിൽ 20 കിലോമീറ്റർ ആകുന്നു. വളവ് കടന്നാൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ എത്താം. വീണ്ടും ബി ടേണിൽ നിങ്ങളുടെ വേഗത 20 കിലോമീറ്റർ ആണ്. രണ്ട് വളവുകളും ഒരേ റൂട്ടിലായതിനാൽ 40 കിലോമീറ്റർ വേഗത കുറയും. ഇവിടെ ടേൺ പ്രതിരോധത്തിന്റെ തുല്യമാണ്. മോട്ടോർ സൈക്കിൾ പ്രതിരോധമാണ്. അതിനാൽ റെസിസ്റ്ററുകൾ ശ്രേണിയിൽ ബന്ധിപ്പിക്കുമ്പോൾ നിലവിലെ പ്രവാഹത്തെ റെസിസ്റ്ററുകളുടെ സമയങ്ങളും മൂല്യങ്ങളും എതിർക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, റെസിസ്റ്ററുകൾ ശ്രേണിയിൽ ബന്ധിപ്പിക്കുമ്പോൾ എല്ലാ മൂല്യങ്ങളും കൂട്ടിച്ചേർത്ത് അവയെ ഫോർമുലയിലേക്ക് മാറ്റിസ്ഥാപിക്കുക. നമുക്ക് എ, ബി എന്നിവയുടെ പ്രതിരോധ മൂല്യങ്ങൾ 20ഉം 40ഉമാണ് എന്നെടുക്കാം. 10 വോൾട്ട് ഉപയോഗിച്ച് വോൾട്ടേജ് അല്ലെങ്കിൽ ബാറ്ററി ബന്ധിപ്പിക്കുക. ഇനി ഓംസ് ലോ ഉപയോഗിച്ച് കറന്റ് ഫ്ലോ കണക്കാക്കാം. റെസിസ്റ്ററുകൾ ശ്രേണിയിലായതിനാൽ രണ്ട് മൂല്യങ്ങൾ ചേർക്കുക. നമുക്ക് മൊത്തം പ്രതിരോധം 60 ഓംസ് ലഭിക്കും. ഇപ്പോൾ I=V/R ഫോർമുലയിൽ വോൾട്ടേജും നിലവിലെ മൂല്യങ്ങളും ഇടുക. ഇപ്പോൾ അത് കഴിഞ്ഞ് I=10/60 ആയിരിക്കും. 0.16 ആംസിൽ കറണ്ട് ഒഴുകുന്നത് കാണാം. ഇപ്പോൾ 30 ഓംസിന്റെ അതേ സർക്യൂട്ടിലേക്ക് മറ്റൊരു പ്രതിരോധം ചേർക്കുക. അങ്ങനെ മൊത്തം പ്രതിരോധം 90 ഓംസായി മാറുന്നു. ഫോർമുലയിലെ മൂല്യങ്ങൾ മാറ്റി സ്ഥാപിക്കുക. അങ്ങനെ I=10/90 എന്ന് ലഭിക്കും. നിലവിലെ ഒഴുക്ക് നിരക്ക് 0.11 ആംസ് ആണ്. ശ്രേണിയിൽ എത്ര റെസിസ്റ്ററുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ മൂല്യങ്ങളും ഒരൊറ്റ മൂല്യത്തിലേക്ക് ചേർക്കുക. ഉദാഹരണം 2. ഓംസ് ലോ ഉപയോഗിച്ച് ഒരു സമാന്തര സർക്യൂട്ടിലെ കറണ്ട് കണക്കാക്കാം. ഒരു സമാന്തര സർക്യൂട്ടിൽ സി, ഡി എന്നിങ്ങനെ രണ്ട് തിരിവുകൾ ഒരേ ദിശയിലാണ് എന്ന് കരുതുക. നിങ്ങൾ മോട്ടോർ സൈക്കിളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. രണ്ട് പാതകളുടെയോ റോഡുകളുടെയോ ജംഗ്ഷനിൽ നിങ്ങൾക്ക് രണ്ട് വഴികളിലൂടെയും സഞ്ചരിക്കാം. നിങ്ങൾ സിയിലൂടെ തിരിയുകയാണെങ്കിൽ നിങ്ങൾ വളവിലേക്ക് അടുക്കുമ്പോൾ നിങ്ങളുടെ വേഗത മണിക്കൂറിൽ 20 കിലോമീറ്ററായും, നിങ്ങൾ സി പാതയിൽ തിരിയുകയാണെങ്കിൽ നിങ്ങളുടെ വേഗത മണിക്കൂറിൽ 20 കിലോമീറ്ററായി കുറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പാത ഡിയിൽ തിരിയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വളവ് കാണും. ഇവിടെ നിങ്ങളുടെ വേഗത മണിക്കൂറിൽ 20 കിലോമീറ്ററായി കുറയ്ക്കണം. മൊത്തം വേഗത 20 കിലോമീറ്റർ കുറയും. മുകളിലത്തെ ചിത്രീകരണത്തിൽ ശ്രേണിയിലെ തിരിവിനു ശേഷം വേഗം 40 കിലോമീറ്ററായി കുറയുന്നു. എന്നാൽ സമാന്തര വളവിന് സമീപം മണിക്കൂറിൽ 20 കിലോമീറ്റർ മാത്രമാണ് വേഗത കുറയുന്നത്. അതിനാൽ ഇവിടെ പോയിന്റ് ഒരു സീരീസ് സർക്യൂട്ടിൽ പ്രതിരോധം ഉയർന്നതാണ്. എന്നാൽ ഒരു സമാന്തര സർക്യൂട്ടിൽ പ്രതിരോധം കുറവാണ്. നമുക്ക് യഥാക്രമം 20 ഓംസ്, 40 ഓംസ് എന്നീ രണ്ട് റെസിസ്റ്ററുകൾ R1, R2 എന്നിവ സമാന്തരമായി ബന്ധിപ്പിക്കാം. വോൾട്ടേജ് അല്ലെങ്കിൽ 10 വോൾട്ട് ബാറ്ററികൾ സൂക്ഷിക്കുക. ആദ്യം ഫോർമുല ഉപയോഗിച്ച് മൊത്തം റെസിസ്റ്ററുകൾ കണക്കാക്കുക. R=1/20 + 1/40. R=13.33 ഓംസ്. I=V/R എന്ന ഫോർമുലയിലേക്ക് വോൾട്ടേജും റെസിസ്റ്റൻസ് മൂല്യങ്ങളും മാറ്റിസ്ഥാപിക്കുക. I=10/13.33. ഒരു വലിയ പ്രവാഹം 0.75 ആംപിയർ. നിങ്ങൾ കൂടുതൽ റെസിസ്റ്ററുകൾ സമാന്തരമായി ബന്ധിപ്പിക്കുന്നത് തുടരുമ്പോൾ മൊത്തം പ്രതിരോധം കുറയുകയും കറണ്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഉദാഹരണങ്ങൾ 1, 2 എന്നിവയിൽ നിന്ന് പ്രതിരോധം വർദ്ധിക്കുകയും കറണ്ട് കുറയുകയും ചെയ്യുന്നു. ഒരു സമാന്തര സർക്യൂട്ടിൽ പ്രതിരോധം കുറയുന്നു, അതിനാൽ കറണ്ട് വർദ്ധിക്കുന്നു. അതിനാൽ ഓമിന്റെ നിയമം തൃപ്തികരമാണ്. ഉദാഹരണം 3. ഇനി നമുക്ക് സീരീസ്, പാരലൽ സർക്യൂട്ടുകളുമായുള്ള വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്യാം. വോൾട്ടേജ് അല്ലെങ്കിൽ ബാറ്ററി 10 വോൾട്ട് മുതൽ 20 വോൾട്ട് വരെ മാറ്റുക. ഇപ്പോൾ ഫോർമുലയിൽ വോൾട്ടേജും നിലവിലെ മൂല്യങ്ങളും മാറ്റി സ്ഥാപിക്കുക. I=V/R. I=20/60. കറണ്ട് 0.33 ആംപിയർ ആണ്. സർക്യൂട്ട് 10 വോൾട്ടിലേക്ക് ബന്ധിപ്പിക്കുമ്പോൾ നിലവിലെ കറണ്ട് 0.16 ആംപിയർ ആണ്.
ഇപ്പോൾ 20 വോൾട്ട് ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കുക. കറണ്ട് ഇപ്പോൾ 0.33 ആംപിയർ ആണ്. വോൾട്ടേജ് വർദ്ധിക്കുകയാണെങ്കിൽ കറണ്ട് വർദ്ധിക്കുന്നു. അതിനാൽ ഓംസ് ലോ സ്ഥിരീകരിച്ചു. ഉദാഹരണത്തിന് ഒരു സമാന്തര സർക്യൂട്ടിൽ 10 വോൾട്ട് 20 വോൾട്ടുകളായി പരിവർത്തനം ചെയ്യപ്പെടുകയും വോൾട്ടേജ് മാറുകയും ചെയ്യുന്നു. വോൾട്ടേജും പ്രതിരോധ മൂല്യങ്ങളും ഫോർമുലയിലേക്ക് മാറ്റിസ്ഥാപിക്കുക. I ഈസ് ഈക്വൽ ടു 20/13.33. അങ്ങനെ കറണ്ട് 1.5 ആംപിയർ ആണ് എന്ന് ലഭിക്കുന്നു. നേരത്തെ സമാന്തര സർക്യൂട്ട് 10 വോൾട്ടുകളായി ബന്ധിപ്പിച്ചപ്പോൾ കറണ്ട് 0.75 ആംപിയർ ആണെന്ന് ഞങ്ങൾ കണ്ടെത്തി. അതേ സർക്യൂട്ടിൽ 20 വോൾട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുമ്പോൾ കറണ്ട് 1.5 ആംപിയർ ആയി മാറുന്നു. അതിനാൽ വോൾട്ടേജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓമിന്റെ നിയമത്തിനനുസരിച്ച് കറണ്ടും വർദ്ധിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.